ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ നാത്തൂനും എല്ലാരും കൂടെ വരയില്ലേ നാളെ? നമുക്ക് നാളെ എങ്ങോട്ടെങ്കിലും പോവാം. എനിക്ക് അവൾക്ക് വച്ച് വിളമ്പാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ടാണ് പറയണത്. പിന്നെ ഇനി വന്നു കഴിഞ്ഞ് പിന്നെ അവളെ ഫുഡ് ഉണ്ടാക്കണം, അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണം, എല്ലാം കൂടെ എടുത്ത് എനിക്ക് നടു ഓടിക്കാൻ വയ്യ. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ എനിക്ക് നിങ്ങൾക്ക് മക്കൾക്കും ആണെങ്കിൽ വച്ചുണ്ടാക്കി തരാം. അല്ലാതെ നിങ്ങൾ അനിയത്തിക്ക് മക്കൾക്കും ഒന്നും വച്ചുണ്ടാക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ്. അതിന് നിങ്ങൾ ഇനി എന്ത് വേഷം കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ രാവിലത്തെ ബസ്സിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. വന്നിട്ട് 100 കുറ്റവും പറഞ്ഞ് എന്നെ കുറ്റവും കുറവും പറഞ്ഞിരുന്നാൽ എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒന്നേ നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് കറങ്ങാനോ എന്തിനെങ്കിലും പോവാം, അല്ലെങ്കിൽ നാളെ നമുക്ക് ഇവിടെ പോയതിന് ശേഷം തിരിച്ചു വരാം. അല്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത്. അതിനി നിങ്ങൾക്ക് എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയണത് കേള്, രാവിലെ ആകുമ്പോൾ നമുക്കങ്ങ് പോവാം, ഒന്നും അറിയാത്തപോലെ നമുക്കങ്ങ് പോവാം. എന്നിട്ട് ഇവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നാൽ പോരെ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പണിയെടുത്ത് എന്റെ അടപ്പിളവും എനിക്കാണെങ്കിൽ വയ്യ, അതാ ദേഹമൊക്കെ വേദന എടുക്കണം, നട്ടലൊക്കെ എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ല. പിന്നെ ഇനി ഇവള് വന്നാൽ പിന്നെ ഇരട്ടി പണിയാണ്, എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് നാളെ തന്നെ പോവാം, എവിടെയെങ്കിലും പോവാം. എന്നിട്ട് ഇവള് വന്നതിന് ശേഷം ഇവള് വന്നെല്ലാം കഴിഞ്ഞ് ഇവള് പോയെന്നറിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോയാൽ പോലെ, എന്റെ വീട്ടിൽ പോയി നിന്ന് അമ്മയും അച്ഛനും പൊന്നു പോലെ നോക്കും. നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്തായാലും എനിക്ക് നാളെ നിന്റെ അനിയത്തിക്കും ഭർത്താവിനും ആർക്കും വച്ചുണ്ടാക്കാനൊന്നും വയ്യ, എനിക്ക് വയ്യ. അതുകൊണ്ടാണ്